ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിനിഷു വ്ളോഗ്സ്. ഇന്ന് ഞാനൊരു ചുരിദാറാണ് കട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇംഗ്ലണ്ടിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന മെറ്റീരിയലാണ്. അവിടുന്ന് അവർ ബുക്ക് ചെയ്തിട്ട് ഓൺലൈൻ വഴി നമുക്ക് വന്ന ഒരു മെറ്റീരിയലാണ്. അത് നമുക്കിപ്പം തയ്ച്ച് തിരിച്ചവർക്ക് ഒരെണ്ണം സാമ്പിളിന് അയച്ചു കൊടുക്കണം. അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും അവിടെ വെച്ച് അവർ പുള്ളിക്കാരത്തി ബോഡി മെഷർമെന്റ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം അത് വെച്ച് നമുക്ക് ഒരെണ്ണം തയ്ച്ച് അവർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, നമുക്കിപ്പം അതിന്റെ കട്ടിങ്ങിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ഇവരുടെ ഹൈറ്റ് എടുക്കാം. ഹൈറ്റ് 46 അല്ലെങ്കിൽ 47, തുണി എത്രയുണ്ടോ അതിനനുസരിച്ച് വെച്ചേക്കാൻ പറഞ്ഞേ. ഞാൻ തുണി നോക്കിയിട്ടില്ല, അപ്പം 47 ഉണ്ടെങ്കിലും കുഴപ്പമില്ല, 46 ആയാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ 45 ഇഞ്ച് ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുവാണേ. നമുക്ക് ലൈനിങ് 2 ഇഞ്ച് കുറവ് മതിയല്ലോ, അത് കാരണം 2 ഇഞ്ച് ഞാൻ 45 മാർക്ക് ചെയ്തേ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ, മേളില് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ. ഇവർക്ക് ബാക്കിൽ ഇവരുടെ നെക്കിന് ഇറക്കം വേണ്ട, ഒരു 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച് ഇറക്കാൻ വെച്ചാൽ മതി ബാക്കില്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഫുൾ ഷോൾഡർ വേണം. ഫുൾ ഷോൾഡർ എടുക്കുമ്പോൾ ഇവരുടെ ഷോൾഡർ അളവ് 15.5 അപ്പൊ നമുക്ക് 15.5 എന്ന് പറയുമ്പോൾ 7.75. ഞാൻ 8 ഇഞ്ച് വെക്കുവാണേ. 8 ഇഞ്ച് ഷോൾഡർ വെക്കുക. എന്നിട്ട് അപ്പൊ തന്നെ അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് താഴോട്ട് ഒരു മാർക്ക് കൊടുക്കണം. കാരണം ഫുൾ ഷോൾഡർ എടുക്കുന്നതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് താഴെ ഷോൾഡർ ചരിച്ചു വെട്ടണം. നെക്ക് വർക്ക് 3 ഇഞ്ച് ഞാൻ കൊടുക്കുവാണേ. ഫുൾ ഷോൾഡർ ആയതുകൊണ്ടായി 3 കൊടുക്കുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ഫുൾ ഷോൾഡർ ആയതുകൊണ്ടല്ല, ബാക്ക് ക്ലോസ് ആയതുകൊണ്ടാണ് 3 കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചരിച്ച് നമ്മൾ 1/2 ഇഞ്ച് ചരിച്ചിടത്തിലോട്ട് ഒരു മാർക്ക് അങ്ങ് കൊടുത്തേക്കാം. കട്ട് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് വേണം, അതുകൊണ്ടാണ് രണ്ടാമത് മേളിന്ന് ഈ രണ്ടാമത്തെ ലൈനിലോട്ട് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ഇവരുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കാം. ചെസ്റ്റ് അളവ് ഇവർക്ക്, ഞാൻ ചെസ്റ്റ് അളവ് വെച്ച ഈ ഡ്രസ്സ് കട്ട് ചെയ്യുന്നത്. ചെസ്റ്റ് അളവ് ഇവർക്ക് 40.5 40.5 പ്ലസ് 4 ഇഞ്ച്, അപ്പം 44.5 ഇവരുടെ ചെസ്റ്റ് അളവ്. 44.5 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? പോയിന്റ് സംതിങ് വരും. 1/2 4 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നേ? അപ്പൊ നമ്മൾ അത് നോക്കണ്ട, 11.25 എടുക്കുവാണേ. 11.25 ചെസ്റ്റ് ഉള്ള ഇവർക്ക് ഞാനൊരു 6.5 ഇഞ്ച് കൈക്കുഴിയുടെ ഇറക്കം കൊടുക്കുക. 6.5. ഇതിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കൈക്കുഴി എടുക്കുമ്പോൾ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി മേളിലോട്ടോ താഴോട്ടോ കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ കാണിച്ചു തരാമേ. ഇപ്പം ഇവർക്ക് ചെസ്റ്റ് അളവ് വന്ന് 11.25 വേണം. അപ്പൊ 11.25 നമ്മൾ ഇതിന്റെ നേരെ അങ്ങ് എടുക്കുക. 11.25 എന്നിട്ട് ഇവിടെ നമ്മൾ സ്ക്വയർ ആക്കുക. ഇവിടെ നമ്മൾ സ്ക്വയർ ആക്കിയിട്ട് ഇപ്പൊ നമുക്ക് അതിന്റെ ആം ഹോൾ നോക്കാം. ഇപ്പൊ ഞാൻ 6.5 ആം ഹോൾ എടുത്തേക്കുന്നത്. 3.25 ഒരു മാർക്ക് കൊടുത്തേക്കാം. ഇവിടുന്ന് ഒരു 1.5 ഒരു മാർക്ക് കൊടുത്തേക്കാം. നമുക്ക് ഇത് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് ഇപ്പൊ അളന്ന് നോക്കാം. 8.5 ഇവർക്ക് എത്ര വേണം? 18.5 വേണം. അപ്പൊ ഇത് കുറവാണ് ഇവരുടെ ആം ഹോള് ഉള്ളത്. 6.25 ആക്കുക. ഇപ്പൊ നമുക്ക് ആം ഹോൾ തികയുന്നില്ലല്ലോ, അതുകൊണ്ട് 6.25 ആക്കുവാണേ. 6.25 ആക്കിയിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കാം. എന്നിട്ട് നമുക്കിപ്പം ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ ഇപ്പം മാർക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം. 9 ഇഞ്ചുണ്ട്. നമ്മൾ ഓൾറെഡി 6.5 എടുത്തേക്കുന്നത്. ഇപ്പൊ നമുക്ക് 6.5 എടുത്തപ്പോൾ നമുക്ക് വന്നത് 8.5 ഇഞ്ചേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ആക്ച്വലി ഇത് 9.25 ഇഞ്ച് വരണം. അപ്പൊ എന്ത് ചെയ്യണം? 6.5 എന്നുള്ളത് നമ്മളൊരു 7 ആക്കുക. 1/2 ഇഞ്ചും കൂടെ കൂട്ടി 7 ആക്കിയിട്ട് 7ന്റെ നേരെ ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇപ്പം ഇങ്ങനെ വരച്ചു കൊണ്ടുവരിക. ഇപ്പൊ നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. 9.5 ഉണ്ട്. ഇപ്പം ഏകദേശം 19 ഉണ്ട്. അതിരിക്കട്ടെ, അവരുടെ ബോഡിയിലുള്ളത് 18.5 അപ്പൊ 1/2 ഇഞ്ച് എക്സ്ട്രാ ലൂസ് ഇരിക്കുന്നത് നല്ലതാ. ഇപ്പൊ നമുക്ക് ഇവരുടെ വേസ്റ്റിന്റെ ഹൈറ്റ് നോക്കണം. ഇവരുടെ വേസ്റ്റിന്റെ ഹൈറ്റ് 14 ഇഞ്ചാണ്. 14 ഇഞ്ച്
നമുക്ക് വേസ്റ്റിന്റെ ചുറ്റളവ് നോക്കണം. വേസ്റ്റിന്റെ ചുറ്റളവ് 38.5 38.5 പ്ലസ് 3 ഞാൻ വെക്കുന്നത്. 38.5 പ്ലസ് 3 41.5 ഡിവൈഡ് 42 വെക്കാം. ഡിവൈഡഡ് ബൈ 4 10.5. അപ്പൊ ഈ 10.5 എടുത്താൽ നമുക്ക് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് 10.25 വെക്കാം. 10.25 വെച്ചാൽ മതി. എന്താ വെച്ചാൽ 10.5 എടുത്താൽ ഭയങ്കര ലൂസായി പോകും. 10.25 10.25 ഒരു പോയിന്റും കൂടെ വേണേലും എടുക്കാം. ഹിപ്പ് അളവ് ഇത്രയും ആംഹോളൊക്കെ വരുമ്പോൾ ഇവർക്ക് പിന്നെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഒത്തിരി ഇനിയും ലൂസ് ആക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവരുടെ സീറ്റിന്റെ ഹൈറ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. സീറ്റ് ഹൈറ്റ് 22 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. അവരെനിക്ക് എടുത്തു തന്ന് 22 ഇഞ്ചാണ്. സീറ്റ് ചുറ്റളവ് 48.5 അവരുടെ. അപ്പം കൂടെ ഞാൻ എപ്പോഴും 2 ഇഞ്ചല്ലേ വെക്കുന്നത്. അപ്പം 48.5 2 50.5 50.5 ഡിവൈഡഡ് ബൈ 4 12.5 ഒരു പോയിന്റും 12.5 ഒരു പോയിന്റും വരും. 12.5 വെക്കാം. നമുക്ക് സ്ലിറ്റ് ഉള്ളതല്ലേ, 12.5 വെക്കാം. ഇപ്പൊ നമ്മളിവിടെ എത്ര കൊടുത്ത് 12.5 കൊടുത്തേക്കുന്നത്. 12.5 ഒരു അര ഇഞ്ചും കൂടി ഇട്ട് 13 നമുക്ക് കൊടുക്കാം. ഇവിടെ 13 ഇഞ്ച്. ഇപ്പൊ നമുക്കിത് പിന്നെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇതിലിപ്പോ ഇവരുടെ കപ്പുള്ള പാഡഡ് ബ്രാ ആണ് ഇടുന്നതെന്ന് പറഞ്ഞേ. അപ്പം പാഡഡ് ബ്രാ ഇടുമ്പോൾ എപ്പോഴും ഒരു ഇച്ചിരി എക്സ്ട്രാ ലൂസ് വേണമല്ലോ. അത് കാരണം ഞാൻ ഇങ്ങനാണ് ഈ സ്കെയിൽ വെക്കുന്നത്. ഇതാ ഇങ്ങനെ തിരിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ വെക്കും. ഇത് നമ്മൾ ഇങ്ങനാണ് വെക്കുന്നത്. ഇതാ നോർമലി നമ്മൾ ഇങ്ങനെ വരച്ചാൽ ഇവിടെ വരും, ഇത് ഇവിടെ വരും. ഒരു 1/4 ഇഞ്ച് ലൂസ് വരും. ഒരു കറക്റ്റ് 1/4 ഇഞ്ച് ലൂസ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, എപ്പോഴും വെക്കുന്ന പോലെ. എന്നിട്ട് ഇവിടെ നമുക്കിപ്പം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കാമേ. സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങ് വരയ്ക്കുക. എന്നിട്ടിപ്പോ നമുക്ക് ഇവിടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. 1 ഇഞ്ച് 3/4 ഇഞ്ച് ആയാലും മതി. നിങ്ങളൊക്കെ പുതുതായിട്ട് തയ്ക്കുന്നവരാണല്ലോ എന്ന് കരുതിട്ട് ഞാൻ 1 ഇടുന്നത്. 3/4 ഇഞ്ച് എടുക്കുകയാണെങ്കിലും മതി. 3/4 ഇഞ്ച് ആകുമ്പോൾ കറക്റ്റ് ആയിരിക്കും നമുക്ക് തയ്ക്കാൻ. എക്സ്ട്രാ ഒന്നും വരത്തില്ല. മടക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും 3/4 ഇഞ്ച് ആയെന്നെങ്കിൽ. ചെറിയ ഫോൾഡും. ഇതിന് മേലോട്ട് നമ്മൾ 1.5 ഇഞ്ച് എടുക്കണം. ഇതൊക്കെ തീർച്ചയായിട്ടും 1.5 ഇഞ്ച് എടുത്തിരിക്കണം. എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ദൂരെ ദേശത്തോട്ടൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്ന ഡ്രസ്സുകളല്ലേ. അപ്പോ ഇതിലൊക്കെ 2-3 തയ്യലൊക്കെ ഇട്ട് കൊടുത്തെങ്കിലേ അവർക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഒരു പ്രശ്നം ഇല്ലാതിരിക്കത്തുള്ളൂ. ടൈറ്റോ ലൂസോ ഉണ്ടെങ്കിൽ അവരത് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ തുണി ഇട്ടേക്കണം. ഇപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ മാത്രം സ്ട്രെയിറ്റ്. പിന്നെ നമ്മളിങ്ങനെ ചരിച്ചാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോ, ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് വെട്ടിയ വര വേസ്റ്റിൽ പോയി. ഇതിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എപ്പോഴും നമ്മൾ ഫുൾ ഷോൾഡർ വരുമ്പോൾ അളവെടുക്കുന്നത് എങ്ങനെയാ? ഷോൾഡർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ നമ്മള് ഇതിൽ ഞാൻ അതൊന്നും പറഞ്ഞില്ല. ഞാൻ അല്ലാതെ നിങ്ങളെ ഇപ്പൊ കട്ട് ചെയ്ത് കാണിക്കുമായിരുന്നു. ആം ഹോൾ വലുതായി വരുവാണെങ്കിൽ എങ്ങനെ അത് വെട്ടണമെന്നുള്ളത് ഞാൻ അല്ലാതെ മാർക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുമായിരുന്നു. ഇപ്പം അല്ലാതെ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഡൗട്ടും ഇതിൽ വരത്തില്ല. ഫുൾ ഷോൾഡർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 ഇഞ്ച്. അതായത് ഇതില് ഇപ്പം ഫുൾ ഷോൾഡർ 16 ഇഞ്ച് ഡിവൈഡഡ് ബൈ 2 8 ഇഞ്ച്. അതിൽ നിന്ന് 1 ഇഞ്ച് കൊടുത്താൽ 7 ഇഞ്ച് ആകും. അങ്ങനെയാണ് ഇത് എടുക്കേണ്ടുന്നത്. പക്ഷെ നമ്മളിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ.
കണ്ടോ, നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. കട്ടിങ് ആയാലും നോക്ക്, നല്ല ഷേപ്പിൽ വന്നിട്ടില്ലേ. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്, ഇവിടെ ഒരു നോച്ച്, പിന്നെ നമുക്ക് ഈ നെക്ക് എവിടെ വരണമോ അവിടെ ഒരു നോച്ച്, സെന്ററിൽ ഒരു നോച്ച്. ഇത്ര നോച്ച് ഇട്ട് കഴിഞ്ഞിട്ട് തുണിയെ നമ്മൾ ഇവിടുന്ന് അനക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിതിന് മറ്റേ പാർട്ടിലെല്ലാം ലൈൻ വരച്ചു കൊടുത്ത്, ഞാൻ 2 ചുരിദാർ ഒന്നിച്ചാ വെട്ടിയേക്കുന്നത്. ഇതിന്റെ കൈ ഇപ്പൊ നമ്മൾ വെട്ടുന്നില്ല, കാരണം ഈ തുണി വെട്ടുമ്പം അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടണം. വലിയ കൈ ആയതുകൊണ്ട് കുറച്ച് നോക്കി വെട്ടണം. അത് കാരണം ഞാൻ ഇപ്പൊ കൈ വെട്ടുന്നില്ല, ഡ്രസ്സ് മാത്രമേ വെട്ടുന്നുള്ളൂ കേട്ടോ. അപ്പൊ ചുരിദാറിന്റെ ചെസ്റ്റ് അളവ് വെച്ച് ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്നത് കണ്ടല്ലോ അല്ലേ. ഇനി നെക്സ്റ്റ് വരുന്നതൊക്കെ ചെസ്റ്റ് മെഷർമെന്റ് വെച്ച് കട്ട് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഇനി അടുത്ത് വരുന്നതൊക്കെ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ടൈലറിങ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ഫാഷൻ ഡിസൈനിങ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ചാനൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, ബൈ, സി യു.